ഹലോ ഫ്രണ്ട്സ്, എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയെന്നറിയാം. കോപ്പിറൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിലേക്ക് പോവാം. 5ാമത്തെ എപ്പിസോഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ കൊഷിറയും കാഗയും ആ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതും അവരുടെ ബോഡി പരസ്പരം സ്വിച്ച് ആകുകയും ചെയ്യുന്നതാണ് കണ്ടത്. ദേ അവിടെ കട്ട് ചെയ്താ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാണ്. കൊഷിരോയ്ക്ക് ഇനിയും ബോധം വന്നിട്ടില്ല. യുമിനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് കാഗയുടെ അടുത്ത് ചെന്ന് നീ കൊഷിരോയല്ലേ, സത്യം പറ, എൻ്റെ അടുത്ത് തുറന്നു പറ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. എന്നാൽ ഇപ്പൊ കൊഷിരോയുടെ ശരീരത്തിലുള്ളത് കാഗയാണല്ലോ. ആ വിവരം അവൻ പറഞ്ഞതും അവൾ ആകെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അയ്യൂമിയും ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് കാഗയെ നോക്കി നിൽക്കുക. അപ്പതേ അവിടേക്ക് ആ മറ്റേ ലേഡിയും വരുന്നു. അയ്യൂമിയായിരുന്നു അവരെ വിളിച്ചത്. കാക അവരോട് എന്തൊക്കെയാ സംഭവിക്കുന്നത്, അവനെന്താ ഇനി ബോധം വരാത്തത്, എന്റെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവരവന്റെ അടുത്ത് ഏയ് പ്രശ്നമൊന്നുമില്ല, ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല, ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ 2-3 വർഷം വരെ ഇതേപോലെ കിടപ്പിൽ തുടർന്നിട്ടുണ്ട് എന്ന് പറയാണ്. എന്ത് 2-3 വർഷമോ എന്ന് പറഞ്ഞിട്ട് അവനാകെ ടെൻഷൻ അടിക്കുകയാണ്. അയ്യൂമി ആ ലേഡിയോട് ഒരുപക്ഷെ ഇനി അവന് ബോധം വന്നില്ലെങ്കിലോ എന്ന് ചോദിക്കുക. അപ്പൊ അവര് ഏയ് അതുണ്ടാകാൻ ചാൻസ് ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല, പേടിക്കണ്ട എന്ന് പറയാണ്. പക്ഷെ ഇനി എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പഴയപടി ആകാൻ പറ്റില്ല, അതുറപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഡി അവിടുന്ന് പോവുക. ആകെ മൊത്തം സീന് ഡാർക്കായി. ഇതെല്ലാം താൻ കാരണം ഉണ്ടായത്, താൻ കാരണമാണ് കൊഷിറയും കാഗയും തമ്മിൽ സ്വിച്ച് ആയത്, അവരുടെ ലൈഫ് മൊത്തം മാറി മറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയ്യൂമി ഇങ്ങനെ സ്വയം പഴിക്കുകയും ഒരുപാട് വിഷമിക്കുകയും ചെയ്യാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ ആ ലേഡിയുടെ വീട് കാണിക്കുക. ആ തത്തമ്മ അവളുടെ അടുത്ത് ഇപ്പൊ എന്തായി, ഞാൻ പറഞ്ഞതല്ലേ ആ കൊഷിറെ വിശ്വസിക്കേണ്ട, അവൻ കള്ളനാണെന്ന്, നിങ്ങൾ ശരിക്കും അവരെ വാൺ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക. അവരതിന് വലിയ മൈൻഡ് ചെയ്യാതെ ഞാൻ പറയാതെയല്ലോ, അവർ കേൾക്കാനിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇഗ്നോർ ചെയ്യാണ്. അതിനുശേഷം അവര് ആ റെഡ്മോണ്ടിനെ കുറിച്ച് എന്തോ കാര്യമായിട്ട് റിസർച്ച് ചെയ്യാണ്. അപ്പൊ എന്തോ ഒരു കാര്യം അതിന്റെ ശ്രദ്ധയിൽ പെടുന്നു. ആകെപ്പാട് ഞെട്ടിയിട്ടിരിക്കാം. ഈ സമയം ഇവിടെ അയ്യൂമി സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകായിരുന്നു. അവളാകെ വിഷമത്തിലാണ്. തന്റെ ഏറ്റവും മോശം സമയങ്ങളിൽ കൂടെ നിന്നതും തന്നെ കൈപിടിച്ച് ഉയർത്തിയതും എല്ലാം കാഗയായിരുന്നു. ഇപ്പൊ അവനും ആ അവസ്ഥയെ കൂടെ കടന്നു പോവാ. എന്തു വന്നാലും അവന്റെ കൂടെ തന്നെ നിൽക്കണം, അവനെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞ് അവളിങ്ങനെ മനസ്സിൽ തീരുമാനിക്കാം. അങ്ങനെ സ്കൂളിലെത്തിയതും ഓടി കാഗയുടെ അടുത്ത് ചെന്ന് കാഗ, നീ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, അതെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ പുസ്തകം കൊടുക്കുക. കൂടെ നിനക്ക് വിശക്കുന്നുണ്ടാവുമെങ്കിൽ ഇത് കഴിച്ചോ, ഞാൻ ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞിട്ട് അവനൊരു കപ്പ് കേക്കും കൊടുക്കുക. പിന്നെ നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ എന്ന് പറയാം. അപ്പൊ കാക ഒന്ന് ചിരിച്ചിട്ട് പിന്നെന്താ ചോദിക്കാലോ എന്ന് പറഞ്ഞ് അവളുടെ ഹെയർ പിൻ ശരിയാക്കി കൊടുക്കുക. ഇതെല്ലാം കണ്ടിട്ട് അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് മൊത്തം ആകെ ഞെട്ടിയിട്ട് നോക്കുക. അവരുടെ മുന്നിൽ ഇത് കാഗയല്ലല്ലോ, കൊഷിറോ അല്ലേ. കൊഷിറോ ആണെങ്കിൽ ആ യുമിയാണ് ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, കാഗ യുമിനെയും. ഇതിപ്പോ എങ്ങനെ മാറി മറിഞ്ഞു, കൊഷിറോ എപ്പോഴും യുമിനിയുടെ പായത് എന്ന് പറഞ്ഞ് അവരിങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക. അങ്ങോട്ടെത്തിയ യുമിനിയും ഇത് കാണുകയാണ്. അപ്പൊ കൂട്ടത്തിലുള്ള ചിലരുണ്ടല്ലോ, യുമിനി ഇപ്പൊ കുറച്ചുകൂടെ ക്യൂട്ടായ പോലെ തോന്നുന്നു, എനിക്ക് പണ്ട് യുമിനെ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ അവള് കുറെ കൂടെ ഭംഗിയായിരിക്കുന്നു എന്ന് പറയാണ്. ഇതും കൂടി കേട്ടതും അവിടെ ഉണ്ടായിരുന്ന യുമിനിക്കാകെ ദേഷ്യം വരാണ്. പണ്ട് താനായിരുന്നപ്പോ ആർക്കും ഒരു ശ്രദ്ധയില്ലായിരുന്നു, ഇപ്പൊ എല്ലാവർക്കും യുമിനി ഭംഗിയുണ്ട്, യുമിനി ക്യൂട്ടാണെന്ന് പറയാൻ മാത്രമേ നേരമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവളാകെ ദേഷ്യം പിടിച്ചവിടെ പോയി തന്റെ ഫ്രസ്ട്രേഷൻ മൊത്തം പുറത്തിറക്കുക. അവൾ അങ്ങനെ ആ ദേഷ്യത്തിൽ ക്ലാസ്സിലേക്ക് വരുമ്പോഴോ ദേ അവിടെ ഈ ചർച്ച ഇനിയും കഴിഞ്ഞിട്ടില്ല. എല്ലാരും അയ്യൂമിയുടെയും കാഗയുടെയും ചുറ്റും നിന്ന് ഈ കാര്യം സംസാരിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു. ഇതൊക്കെ എപ്പോഴാ എങ്ങനെ സംഭവിച്ചത്, പിന്നെ അയ്യൂമി അവളുടെ സ്വഭാവം നല്ല മാറിയിരിക്കുന്നു, അവള് പണ്ടത്തെ പോലെയല്ല, അതുകൊണ്ടാണ് നീ അവളെ ബ്രേക്കപ്പ് ചെയ്തത് എന്നൊക്കെ ചോദിക്കണം. കാഗയാണെങ്കിൽ എടാ അത് അങ്ങനൊന്നും അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സംഭവം എന്നൊക്കെ പറയാ. അവരുണ്ട് അതൊക്കെ കേൾക്കുന്നു. ദേ പൊടുന്നനെ തന്നെ അപ്പൊ അവിടേക്ക് യുമിനി കയറി വരികയാണ്. അവള് ക്ലാസ്സിൽ കയറിയതും എല്ലാരും സൈലന്റ് ആയിട്ട് അവളിങ്ങനെ നോക്കാം. അവള് വീണ്ടും ആ ക്ലാസ്സില് ഒരു ഔട്ട്കാസ്റ്റിനെ പോലെയായി. പണ്ട് അവളെല്ലാവരും എങ്ങനെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്, ഇപ്പൊ വീണ്ടും അതേപോലെ കായ പോലെ അവൾക്കാകെ ഒരുമാതിരി ആവാണ്. അന്നേരം ദേ അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരാണ്. അവൾ ഓടി കുഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവന് ബോധം വന്നിരിക്കുന്നു. അല്പസമയത്തിന് ശേഷം അവരെങ്ങനെ സംസാരിക്കാം. യുമിനി അവന്റെ അടുത്ത് നീ എന്തിനാ കാഗയായിട്ട് സ്വിച്ച് ചെയ്തത് എന്ന് ചോദിക്കുക. അപ്പൊ അവൻ എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു, എനിക്ക് മരിക്കണ്ടെങ്കിൽ ഞാൻ കാഗയായിട്ട് സ്വിച്ച് ചെയ്യാനായിരുന്നു, എന്തായാലും ഇതിപ്പോ നന്നായില്ലേ, കാഗയുടെ ജീവിതം ഞാൻ പറിച്ചെടുത്തു, എന്റെ ആഗ്രഹം എന്തായാലും പൂർത്തിയായി എന്ന് പറയാണ്. അപ്പൊ യുമിനി അങ്ങനെയൊന്നല്ല ആവേണ്ടിയിരുന്നത് എന്ന് പറയാം. കുഷിരയ്ക്ക് മനസ്സിലാകുമായിരുന്നു. അവനവളുടെ അടുത്ത് എനിക്കറിയാം നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളുടെ ഫേസ് ആണ് ഇപ്പൊ എനിക്കെന്ന്, പക്ഷേ ഉള്ളിലുള്ളത് മാറുന്നില്ലല്ലോ, ഇത് ഞാൻ തന്നെയല്ലേ, പുറമേക്ക് എങ്ങനെയായാലും ആകമേ ഞാൻ തന്നെയല്ലേ ഉള്ളത്, നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കാം. അവള് ആകെ വല്ലാണ്ടാകാണ്. ഇന്നേരം ഇവിടെ ക്ലാസ് വിട്ട് പോകാൻ നേരം അയ്യൂമി കാഗയുടെ അടുത്ത് സോറി പറയാണ്. അന്ന് ഞാൻ അവർ പറഞ്ഞത് കേട്ട് അങ്ങോട്ട് ചെല്ലാതിരുന്നാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, എൻ്റെ അടുത്ത് ക്ഷമിക്കുക കാക എന്ന് പറയാം. എന്നാൽ കാഗയാണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത്, ഇത് നിന്റെ തെറ്റൊന്നുമല്ല, അവർ പറഞ്ഞപ്പോ നീ അറിയാതെ പെട്ടുപോയതല്ലേ, അതൊന്നും കാര്യമില്ല, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുക. പിന്നെ നാളെ ഈ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ട് വരണ്ട കേട്ടോ, ഞാൻ തന്നെ നല്ല കുട്ടിയായിരുന്നു, ഹോംവർക്ക് ചെയ്തോളാം. പിന്നെ ഒരു കാര്യം, എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ കപ്പ് കേക്ക് ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൻ നല്ല ഫണ്ണി ആയിട്ട് അവളെ ഒന്ന് ചേരപ്പ് ചെയ്തിട്ട് പോവാ. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് അവൻ നേരെ പോയതാകട്ടെ ആ ലേഡിയുടെ വീട്ടിലേക്ക്.
ആണെങ്കിലും എന്നാൽ അവിടെ അവൻ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മറ്റൊരാൾക്കൂടെ പുറകെ കാണിച്ചുകൊണ്ട് സീൻ അവിടെ കട്ട് ചെയ്യാണ്. ഇന്നേരം ഇവിടെ അയൂമി ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. താൻ യുമിനിയായിട്ട് മാറിയപ്പോൾ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞത് കാഗയാണ്. ഓരോ അവസരത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ടും എന്തിനാണ് അവൻ ഇങ്ങനെ സംഭവിച്ചത്? കാഗയ്ക്ക് ഇനി അവന്റെ ശരീരത്തിലേക്ക് ഒരിക്കലും മാറാൻ കഴിയില്ലേ എന്നൊക്കെ ഓർത്ത് അവൾ ഒരുപാട് വറീഡായിരുന്നു. അപ്പൊ അതേ താഴെന്ന കാഗയുടെ ശബ്ദം കേൾക്കുന്നു. അവൾ ഓടി താഴേക്ക് ചെല്ലുകയാണ്. അവിടെ കാഗ മാത്രമായിരുന്നില്ല, കൂടെ കൊഷീറോയും ഉണ്ടായിരുന്നു. ഇത് കണ്ട് അയ്യോമ്മ ആകെ ഞെട്ടാണ്. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ഒരുമിച്ച്? അപ്പൊ കാക അവളുടെ അടുത്ത്, അയ്യോമ്മി നിനക്ക് നല്ലൊരു ചാൻസ് ആണ്. ഇവനെ രണ്ടര പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ചോ കേട്ടോ. കാരണം അമ്മാതിരി ചെയ്ത ഇവൻ നമ്മുടെ അടുത്ത് ചെയ്തത്. ഇവൻ നമ്മളെ ചതിക്കുകയായിരുന്നു. ഇത്രയും നാളും ഇവൻ അയ്യൂമിനിയുടെ കൂടെ നടന്നില്ലേ, അതൊക്കെ നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. നിന്നെ പഴയപടിയാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നറിയാൻ വേണ്ടിയിട്ടാ അവൻ അവളുടെ കൂടെ കൂട്ടുകൂടിയത്. അയ്യൂമിക്കാകെ സന്തോഷമൊക്കെയാണ്. അവൾക്ക് അവളുടെ കാതുകൾ വിശ്വസിക്കാനായില്ല. അവൾ ഓടിച്ചെന്ന് കാക്കയും കുഷീരയും കെട്ടിപ്പിടിക്കുകയാണ്. അവർക്കും സന്തോഷമാവുന്നു. അപ്പൊ കുഷീരോ ആക്ച്വലി നല്ല പയ്യൻ തന്നെയായിരുന്നു. പക്ഷെ നമ്മളും ഒന്ന് കൺഫ്യൂസ് ആയി അല്ലേ. കുഷീരോ അവളെ ഇത്രയും നാളെ വിഷമിപ്പിച്ചതിന് അവളുടെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അവിടെ യുമിനിയും ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്തുകൊണ്ടായിരിക്കും കുഷീരോ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്? പുറമേ എന്തു തന്നെയായാലും അകത്തുള്ളത് താൻ തന്നെയല്ലേ എന്ന് അവൻ എൻ്റെ ഈ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചതാണോ? എനിക്ക് അയൂമിയുടെ ശരീരം കിട്ടിയിട്ടും എൻ്റെ ലോകം അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും എല്ലാം പഴയപടി തന്നെയാണ്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യുമിനി ആകെ കിടന്ന് കരയാണ്. ഇന്നേരം ഇവിടെ അയൂമി കാഗയും കൊഷീരോ ഒക്കെ ഒരുപാട് സന്തോഷത്തിലിരിക്കുക. അയൂമി അവരുടെ അടുത്ത്, അല്ല കൊഷീരോ, നീ ഇത്രയും നാളും അവളുടെ കൂടെ നിന്നതെല്ലാം ഫേക്ക് ആയിരുന്നില്ലേ, പിന്നെ നീ എന്തിനാ കാഗയുമായിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ എടുത്ത് ചാടിയേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കാഗയും കൊഷീരോയും നടന്നതെല്ലാം പറയുന്നത്. അവരാ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത സമയത്ത് തന്നെ കൊഷീരോ കാഗയുടെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞിരുന്നു. അവൻ കാഗയുടെ അടുത്ത് അയൂമി തിരിച്ചു കൊണ്ടുവരാനുള്ള വഴി കണ്ടുപിടിച്ചെന്നു. ഇപ്പൊ അവർ രണ്ടുപേരും താഴ്ന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും ഫസ്റ്റ് വേണ്ടത് നിന്റെ വിശ്വാസമാണ്. നിനക്കെന്നെ വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ സ്വിച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷമാണ് കൊഷീരയെ വിശ്വസിച്ച് കാഗയും എടുത്ത് ചാടുന്നത്. എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നെങ്കിലും പിന്നീട് കൊഷീരയ്ക്ക് മാത്രം ബോധം വന്നില്ലല്ലോ. അതുകൊണ്ടായിരുന്നു കാഗ അയൂമിയുടെ അടുത്ത് ഇതൊന്നും പറയാതിരുന്നത്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും എന്ത് ഡിഫറൻസ് ആണ് വരിക? നമുക്കെല്ലാവർക്കും പഴയ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഇനി എത്താൻ കഴിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് കൊഷീരോ അവരുടെ അടുത്ത്, ഞാനും അങ്ങനെ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തപ്പോഴാണ് എനിക്കൊരു വഴി കിട്ടിയത് എന്ന് പറയുന്നത്. അങ്ങനെ അവർ കൊഷീരയുടെ വീട്ടിലേക്ക് പോവുകയും കൊഷീര അവർക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെടുക്കുകയും ചെയ്യണം. ഒരു തവണ രണ്ടുപേര് തമ്മിൽ ബോഡി സ്വിച്ച് ആയി എന്ന് വെച്ചാൽ വീണ്ടും അവർക്കിടയിൽ തന്നെ ബോഡി സ്വിച്ചിങ് നടക്കില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വെച്ചാൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ആരാണോ അവർ മരണപ്പെടും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊന്ന് ഷഫിൾ ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് ബോഡി സ്വിച്ച് ചെയ്യുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ യുമിനിയുടെ ശരീരത്തിൽ നമ്മുടെ അയൂമിയും അയൂമിയുടെ ശരീരത്തിൽ യുമിനിയും, അതേപോലെ ഇവിടെ കാഗയുടെ ശരീരത്തിൽ ഞാനും എന്റെ ശരീരത്തിൽ കാഗയുമാണ്. അപ്പൊ ആദ്യത്തെ റെഡ് മൂൺ വരുന്ന സമയത്ത് അയൂമി, അതായത് യുമിനിയുടെ ശരീരത്തിലുള്ള അയൂമിയും എന്റെ ശരീരത്തിലുള്ള കാഗയും തമ്മിൽ ബോഡി സ്വിച്ച് ചെയ്യണം. അതേസമയം തന്നെ കാഗയുടെ ശരീരത്തിലുള്ള ഞാനും അയൂമിയുടെ ശരീരത്തിലുള്ള യുമിനിയും തമ്മിൽ ബോഡി സ്വിച്ച് ചെയ്യണം. അതാണ് ആദ്യത്തെ ഷഫിൾ. ആൻഡ് ഇപ്പൊ നോക്കിയാ യുമിനിയുടെ ശരീരത്തിലെ കാഗയും കാഗയുടെ ശരീരത്തിലെ യുമിനിയും, ഇപ്പുറത്തെ അയൂമിയുടെ ശരീരത്തിൽ ഞാനും എന്റെ ശരീരത്തിൽ അയൂമിയും. അതിനടുത്ത് വരുന്ന റെഡ് മൂണില് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഒന്നുകൂടി സ്വിച്ച് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാവരും പഴയ പോലെ നമ്മുടെ ശരീരത്തിൽ തന്നെ എത്തും. ഈ രീതി ചെയ്യുമ്പോൾ ഒരു തവണ ബോഡി സ്വിച്ച് ചെയ്തവർ തമ്മിൽ തന്നെ വീണ്ടും കോണ്ടാക്റ്റിൽ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ സേഫ് ആണ്. എന്റെ മോനെ അടിപൊളിയിട്ടാ, നീ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് കാഗയെ അയൂമി അവനെ അഭിനന്ദിക്കുകയാണ്. അപ്പൊ കൊഷീര അവരുടെ അടുത്ത്, എല്ലാം ശരിയാണ്, പക്ഷെ ഇതിനൊരു വലിയ ടാസ്ക് ഉണ്ട് യുമിനി. നമ്മൾ 4 പേരുടെയും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. പക്ഷെ അവള് കൂടെ നിൽക്കുന്ന എന്താ ഉറപ്പ് എന്ന് ചോദിക്കുമ്പോൾ, അവൾ എന്തായാലും കൂടെ നിൽക്കില്ല. പകരം അവൾ നമ്മൾ ഇതിലേക്ക് ട്രിക്ക് ചെയ്യണം. അത് എന്നെ കൊണ്ട് പറ്റുന്നാണ് വിശ്വസിക്കുന്നത് എന്ന് പറയാണ്. കാരണം കാഗയുടെ ശരീരത്തിലേക്ക് കൊഷീര മാറിയപ്പോൾ അത് അവൾക്ക് സഹിക്കാനായില്ലല്ലോ. വീണ്ടും കൊഷീരയുടെ ശരീരത്തിലേക്ക് തന്നെ മാറാനുള്ളൊരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ യുമിനി അവന്റെ കൂടെ നിൽക്കുമെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. എന്നാലും നമ്മൾ അവളെ പറ്റിച്ചിട്ട് ഇതിന് സമ്മതിക്കുകയാണെന്ന് വെച്ചാൽ പിന്നീട് എല്ലാം തിരിച്ചറിയുമ്പോൾ അവൾ എന്ത് ചെയ്യും? അവളാകെ തകർന്നു പോകില്ലേ എന്ന് അയൂമി പറയുമ്പോൾ, പക്ഷെ നമ്മുടെ മുന്നിലും വേറെ വഴിയൊന്നുമില്ലല്ലോ, പിന്നെ എല്ലാം തുടങ്ങി വെച്ചതും അവള് തന്നെയല്ലേ എന്ന് പറഞ്ഞ് അവരവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവര് അയൂമി അവരുടെ വീട്ടിൽ തിരിച്ചുണ്ടാക്കിയതിന് ശേഷം മടങ്ങി പോവാനായിട്ട് നിൽക്കുകയാണ്. അന്നേരം കാക കൊഷീരയെ നോക്കിയിട്ട്, എടാ പറ, എങ്ങനെ ഉണ്ടായിരുന്നു വില്ലന്റെ റോളൊക്കെ പ്ലേ ചെയ്തിട്ട്? കുറച്ച് കഷ്ടം തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കൊഷീര ചിരിച്ചിട്ട്, കഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ അയൂമിയുടെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് വിശ്വാസമായിരുന്നു, അതുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു എന്ന് പറയാണ്. അപ്പൊ കായക്കാകെ വിഷമം തോന്നാണ്. അയൂമിയുടെ അടുത്ത് അവൻ എപ്പോഴും സ്നേഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് തൊട്ടേ അയൂമിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാഗിയുടെ അടുത്ത് പറഞ്ഞതും അതുകൊണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്താൽ നമുക്ക് കൊഷീരയുടെ കുറച്ച് ഫ്ലാഷ് ബാക്കുകളിലൂടെ കാണിക്കാണ്. അയൂമി ആ ഗോസ്റ്റ് ഹൗസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉടനെ തന്നെ കാഗയെ വിളിച്ച് അവളെ രക്ഷിക്കാൻ പറയുന്നതും, അയൂമിയുടെ അടുത്ത് ചെന്ന് ഒരുപാട് വിഷമമുണ്ടെങ്കിൽ കൂടിയും കാഗയാണ് നിനക്ക് ഒരുപാട് മാച്ച്, നിങ്ങൾ രണ്ടുപേരെ ചേരണ്ടെന്ന് പറഞ്ഞപ്പോഴും
അവൻ ഇതെല്ലാം ചെയ്തിട്ടും യുമിനിയുടെ കൂടെ നിന്ന് ഇവരെ അകറ്റി നിർത്തിയിട്ടും കാഗയും അയ്യൂമിയും വീണ്ടും ഇവന്റെ അടുത്ത് വന്ന് നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അവൻ പൊട്ടിക്കരയുന്നതും എല്ലാം നമുക്ക് കാണിക്കുകയാണ്. കാഗ എപ്പോഴും അയ്യൂമിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും കൊഷിരോ വിട്ടു നിന്നിട്ടും അയ്യൂമിക്ക് വേണ്ടി തന്നെയായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ സീൻ അവിടെ കട്ട് ചെയ്താൽ നമുക്ക് അയ്യൂമിയുടെ വീട് കാണിക്കാണ്. അവള് കിച്ചണിലെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് യുമിനിയുടെ അമ്മ അങ്ങോട്ട് കയറി വരുന്നത്. അവർ സാധാരണ അവളുടെ അടുത്ത് അങ്ങനെ അധികം സംസാരിക്കാറില്ലല്ലോ, ഇന്നെന്തോ കുറച്ച് കാമായിട്ട് സംസാരിക്കുകയാണ്. നീ ചെറുപ്പത്തിൽ ഇതുപോലെ എന്നെ സഹായിക്കുമായിരുന്നു. അന്നാ സിങ്ക് നിനക്ക് എത്തില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്റ്റൂളൊക്കെ വെച്ചിട്ടായിരുന്നു നീ എന്നെ ഹെൽപ്പ് ചെയ്തത്. സംഭവം യുമിനിയും അമ്മയും തമ്മിൽ ചെറുപ്പത്തിൽ തന്നെ കൂട്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നീട് എപ്പോഴാണ് ഇവരുടെ ലൈഫ് ഇങ്ങനെ മാറി മറിഞ്ഞത്. അവർ അയ്യൂമിയുടെ അടുത്ത് നമ്മൾ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നെന്ന് വെച്ചാൽ ലൈഫ് ഇത്രത്തോളം കഷ്ടമായില്ലായിരുന്നോ അല്ലേ എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ അയ്യൂമിക്കാകെ വിഷമമാകാണ്. അവിടെ കട്ട് ചെയ്താ കൊഷിരോ അവന്റെ വീട്ടിലേക്ക് മടങ്ങി പോവാണ്. നോക്കുമ്പോൾ റോഡരികില് മഴയെല്ലാം നനഞ്ഞുകൊണ്ട് യുമിനി അവനെയും കാത്തിരിക്കുകയാണ്. കൊഷിരോയെ കണ്ടതും അവൾ ഓടി അവന്റെ അരികിലേക്ക് വരികയാണ്. കൊഷിരോ, ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യാം. നീ ഏത് രൂപത്തിലായിരുന്നാലും എനിക്ക് ഓക്കെയാണ്. ഞാൻ എത്ര തന്നെ അയ്യൂമിയുടെ ശരീരം മോഷ്ടിച്ചാലും എനിക്ക് അവളായിട്ട് മാറാൻ കഴിയില്ല. പക്ഷെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിന്നോടൊപ്പം ഇരുന്നോട്ടെ, പ്ലീസ്, ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ അവനെ ഹഗ് ചെയ്യാണ്. യുമിനി അവന്റെ കാലിൽ വീണ് കരയാൻ തുടങ്ങി. പാവം കൊഷിരോ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. അവനാകെ വല്ലാതാവാണ്. യുമിനിക്ക് അവനെ ശരിക്കും ഇഷ്ടമാണ്. ഇനിയും അവൻ്റെ അടുത്ത് ഫേക്കായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ അത് അവളെ കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ എന്ന് കൊഷിരോയ്ക്ക് മനസ്സിലായി. അന്ന് രാത്രി തന്നെ അവൻ കാഗെ അയ്യൂമ്മയും വിളിച്ചുകൊണ്ട് നമുക്ക് ഈ ട്രിക്കും കിക്കൊന്നും വേണ്ട, യുമിനിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയും കൺവിൻസ് ചെയ്യുക എന്ന് പറയാണ്. അവൾ ഓൾറെഡി ലൈഫിൽ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. ഇനി ഞാനും കൂടെ അവളെ ചതിക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് സഹിച്ചൊന്നും വരില്ല എന്ന് പറയാണ്. അയ്യൂമിക്കും അത് തന്നെയാണ് ശരിയെന്ന് തോന്നുകയാണ്. എന്നാൽ കാഗ കുറെ എതിർക്കുന്നുണ്ട്. അവൾ എന്തായാലും നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടുകിടക്കും. നമുക്ക് നമ്മുടെ ശരീരത്തിലെത്തെ ഒരിക്കലും കഴിയാൻ പോകുന്നില്ല. അവളെ പറ്റിച്ചിട്ട് കാര്യം സാധിക്കാൻ മാത്രം നടക്കാൻ പോകുന്നുള്ളൂ. പിന്നെ ഇതൊന്നും നമ്മളല്ലല്ലോ തുടങ്ങി വെച്ചത്, അവളല്ലേ ചെയ്തത്. അപ്പൊ അവളുടെ മരുന്നിന്റെ രുചി അവളും കുറച്ച് അനുഭവിച്ചോട്ടെ എന്ന് പറയാണ്. പക്ഷെ പിന്നീട് അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാൻ അവളെ കൺവിൻസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് കൊഷിരോ അയ്യൂമിയും കൂടിയിട്ട് കാഗയെ സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കാഗ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ന്യൂസിൽ മറ്റേ ലേഡി ഉണ്ടല്ലോ, അവർ റെഡ്മോണിനെ കുറിച്ച് എന്തോ പറയുന്നത്. ആ ന്യൂസ് കണ്ടതും ആകെപ്പാടെ ഞെട്ടിയിട്ട് കാഗ സ്കൂളിലേക്ക് ഓടി പോവാണ്. ഇവിടെ കൊഷിരോ യുമിനിയുടെ അടുത്ത് എല്ലാം തുറന്നു പറയാൻ നിൽക്കായിരുന്നു. അവരുടെ അടുത്ത് വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് സ്കൂളിന്റെ ടെറസിലേക്ക് പോവാണ്. എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ അറിയാതെ ടെൻഷൻ അടിച്ചിട്ട് അയ്യൂമിയും ക്ലാസ് റൂമിൽ ഇങ്ങനെ തനിച്ചിരിക്കുക. അപ്പൊ അതേ ഓടിക്കതച്ചിട്ട് കാഗ അങ്ങോട്ട് വരികയാണ്. അയ്യൂമി, കൊഷിരോ എവിടെ? അവൻ യുമിനിയുടെ അടുത്തെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കൊഷിരോ അയ്യൂമിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, അയ്യോ, നീ ഈ ന്യൂസ് ഒന്നും കണ്ടില്ലേ? റെഡ് മൂൺ ഇനി 2 തവണയേ ഉണ്ടാവുള്ളൂ. നാളെ കഴിഞ്ഞ് അടുത്ത റെഡ് മൂൺ, പിന്നെ ഒരു തവണ കൂടി ഉണ്ടാവുള്ളൂ. കൊഷിരോയ്ക്ക് അവളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പോക. അവള് സമ്മതിക്കേണ്ടതൊന്നും നടക്കില്ല. അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് തടയണം. അവളെ പറഞ്ഞ് പറ്റിച്ച് നമ്മുടെ കൂടെ നിർത്തിയല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. നമ്മുടെ ശരീരത്തേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പിന്നെ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവ അയ്യൂമിനെയും പിടിച്ചുകൊണ്ട് വേഗം കൊഷിരോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. എന്നാൽ ഈ സമയം കൊഷിരോ അയ്യൂമിയുടെ അടുത്ത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവരോടി അവിടെ എത്തുമ്പോഴേക്കും അവിടെ കൊഷിരോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ അടുത്ത് കാണിച്ച സ്നേഹവും തന്നെ ഡേറ്റ് ചെയ്തതും എല്ലാം കളവായിരുന്നു. എല്ലാം അയ്യൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണെന്ന് അറിഞ്ഞതും അവൾക്ക് സഹിക്കാനായില്ല. യുമിനി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവായിരുന്നു. അയ്യൂമിയും കാഗയും റെഡ്മൂണിനെ കുറിച്ച് വന്ന ന്യൂസ് കൊഷിരോയെ കാണിക്കാണ്. അവൻ അതിന് ഞെട്ടിയെങ്കിലും യുമിനിയെ വിശ്വസിക്കാമെന്ന് തന്നെയാണ് അവൻ പറയുന്നത്. കാഗ ദേഷ്യപ്പെടുകയാണ്. നീ എന്തൊക്കെയാ പറയുന്നത്? അവളൊന്നും നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല. അവൾ എന്തായാലും ചതിക്കും. നമ്മളിങ്ങനെ പെട്ടുപോകും എന്നിങ്ങനെ പറയാം. അപ്പൊ കൊഷിരോ, ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. യുമിനി എന്തായാലും നമ്മൾ മനസ്സിലാക്കും, നമ്മുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം എന്ന് പറയാണ്. അയ്യൂമിയും അത് ശരിവെക്കുകയും കാഗയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ആയി എല്ലാവരും നല്ല ടെൻഷനിലാണ്. യുമിനി ഇതിന് സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ ആകെപ്പാടെ പെട്ടുപോകും. നാളെയാണ് ആദ്യത്തെ റെഡ് മൂണ്. ഇനി ഒരു റെഡ് മൂൺ കൂടെ വരത്തുള്ളൂ. കൊഷിരയുടെ പ്ലാൻ പ്രകാരം ആ ഷഫിൾ പൂർത്തിയാകാൻ 2 റെഡ് മൂണെങ്കിലും മിനിമം വേണം. അപ്പൊ യുമിനി സമ്മതിക്കുകയല്ലാതെ ഇവരുടെ മുന്നിൽ വേറെ വഴിയില്ല. ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ് റൂമിലേക്ക് ടീച്ചർ വരുന്നത്. അദ്ദേഹം അവരുടെ അടുത്ത്, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിലെ അയ്യൂമി ഗോഹിനാറ്റ ഇന്നലെ രാത്രി തൊട്ട് മിസ്സിംഗ് ആണ് എന്ന് പറയാണ്. അത് കേട്ട് അവരാകെ ഞെട്ടുകയാണ്. ഇതോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. യുമിനി ഇല്ലാതെ അവർക്ക് എന്തായാലും ആ ബോഡി സ്റ്റിച്ചിങ് പൂർത്തിയാവില്ല. അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.